നോക്കി 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 ഇതെന്താണിത് ഇപ്പിസ് നോക്കിയടാ. 2500 വൗച്ചർ ഇവിടെ സെറ്റാണ്. തീർത്തു. ഡ്രിങ്ക് പെട്ടെന്ന് കുടിച്ചാൽ അത് ഇറക്കിക്കളയാ. നമ്മൾ ഇപ്പോൾ ചീസ് ബൗൾസ് വന്നേക്കുവാണ് പുതിയൊരു ചലഞ്ചൊക്കെ ആയിട്ട്. ചലഞ്ച് വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഒരു പിസ ഉണ്ട്. ആ പിസ കഴിച്ചു തീർക്കുക, 5 മിനിറ്റ്സിനുള്ളിൽ കഴിച്ചു തീർക്കുക. അവർക്ക് 2500 രൂപയുടെ ഫുഡ് വൗച്ചർ കിട്ടും. ഈ 2500 ഫുഡ് വൗച്ചർ എന്ന് പറയുമ്പോൾ 1 ടൈം വൗച്ചറാണ്. അവർക്ക് നേരെ വരിക 2500 രൂപയുടെ ഫുഡ് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ വന്നിട്ട് കഴിച്ചിട്ട് 1 ടൈം വൗച്ചർ അത് ക്ലെയിം ചെയ്തിട്ട് അവർക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇവിടുന്ന് പുറത്തിറങ്ങണം. നമ്മൾ ഈ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുണ്ടന്നൂർ ഫ്ലൈ ഓവറില്ലേ, ആ ഫ്ലൈ ഓവറിന് നേരെ താഴ്ത്തായിട്ടാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു പ്രീമിയം ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്, ചീസ് ബൗൾ. ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരെ പുറത്ത് പോകുന്നു. ഇത് കഴിച്ച് ജയിക്കാൻ പറ്റിയ ഒരാളെ പുറത്ത് നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം, ആരും ആയിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കപ്പോൾ പുറത്ത് പോയി ആളെ റാൻഡംലി ഒരാളെ നമുക്ക് പിക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ചീസ് ബൗളിൻ്റെ പുറത്തത്തെ വിഷ്വലി. നമ്മ ഈ തിരക്ക് കണ്ട, ഈ കുണ്ടന്നൂർ പാലത്തിൻ്റെ താഴത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇതേ ആൾക്കാരൊക്കെ നോക്കിപ്പോകുന്നു. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? എവിടെ? നിറച്ച ആൾക്കാരായിട്ടാ നോക്കിപ്പോണേ. ഇതേ വണ്ടി നമ്മളുടെ നേർക്കാണല്ലോ, മാറിക്കളയാ. ഇതാണ് ഇതിൻ്റെ ഔട്ടർ വ്യൂ. നമുക്കിനി പുറത്തു കൂടി പോയിട്ട് റാൻഡംലി കാണുന്ന ഒരാളെ നമുക്ക് പിക്ക് ചെയ്യണം, ഒരൊറ്റ ഒരാളെ. കമോൺ. ഒരു ചെറിയൊരു ചലഞ്ച് വീഡിയോ നിൽക്കാൻ താല്പര്യമുണ്ടോ? ആണോ? ഓക്കെ, ശരി. ഓക്കെ, അവന് തിരക്കുണ്ട്. കുഴപ്പമില്ല, അടുത്ത ആളെ നിൽക്കും. 5 മിനിറ്റ് ഒരു പിസ കഴിച്ച് തീർക്കുക. 2500 ഫുഡ് വൗച്ചർ. നിനക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ അവിടെ പോയി കഴിക്കാം. വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും ചാനൽ. പോയി എടാ സബ്സ്ക്രൈബറടാ. എടാ നീ വാ, പാർട്ടിസിപ്പേറ്റ് ചെയ്യ്. ആണോ? ഓക്കെ, നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടിരിക്കുന്നു. എടാ സബ്സ്ക്രൈബർ, നിനക്ക് വരാൻ പാടില്ലേ? ശരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുഴപ്പമില്ല. ചാനൽ സബ് ചെയ്യാൻ പറ്റുമോ ഫോൺ എടുത്തിട്ട്? സമയമുണ്ടോ? പോയി. കണ്ടിട്ടുണ്ട്. ദേ ഇത് തന്നെ. ഇത് നമുക്ക് നോക്കാം. നമുക്ക് നീ കഴിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് തരാം. കുഴപ്പമില്ലല്ലോ. കീ എടുത്തില്ല നീ. കുറെ ഞങ്ങൾ നിന്ന് വിഷമിച്ച്, അറിയോ, ഒരു വൈബ് ഒരു ടീമിനെ ഞങ്ങൾ നിന്ന് വിഷമിച്ച് ഒരു 10-15 പേരുടെങ്കിലും നമ്മൾ ചോദിച്ചു, ആരും നിന്നില്ല. പക്ഷെ പേരെന്തായിരുന്നു? ഷാൽവിൻ. എവിടെ സ്ഥലം? ഇവിടെ തന്നെ അല്ലേ? അപ്പൊ സെറ്റ്. നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ചീസ് ബൗളിലേക്ക് പോകണേന്. സബ് അല്ല കേട്ടോ നമ്മുടെ. എന്തായാലും ഓക്കെ, കമോൺ. നമ്മ നേരെ ചീസ് ബൗളിൽ എത്തിയിട്ടുണ്ട്. ഇനി നടക്കുന്ന യുദ്ധം അകത്താണ്. 5 മിനിറ്റ് ടൈം. ഓക്കെ, കമോൺ. നമ്മ നേരെ റെസ്റ്റോറൻറ്റ് അകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവന് വേണ്ടിയിട്ടുള്ള പിസ നമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇവൻ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള ഫുഡ് വൗച്ചർ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മ സെറ്റ് ചെയ്യാൻ പോണ സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് റെഡി ആയിട്ട് ഇനി വരാനായിട്ട് ഏകദേശം 3 മിനിറ്റ് മതി. അത് കഴിയാൻ നേരത്ത് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ജയിക്കൂലേ? മാക്സിമം ട്രൈ ചെയ്യണം. ഓക്കെ, സെറ്റ്. അടിച്ചേ അടി. സെറ്റ്. വാക്കമാണ്. പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നും അല്ലടാ, സീനൊന്നുമില്ല. ഇത് കുടിച്ച് തീർക്കണമെന്നുള്ള രീതിക്കൊന്നുമല്ല. നീ പിസ കഴിക്കാൻ നേരത്ത് തൊണ്ടേ കിട്ടത്തില്ലേ? അപ്പം അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പിസ ആയിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പിസ വരും. മോനെ എടുത്തോ. ഓക്കെ, ദേ നമ്മുടെ മോനെ ഇതൊന്നും നോക്കാനില്ല. നേരെ എടുക്കുക, ഓരോന്ന് അടിക്കുക. അതായത് നിനക്ക് മാക്സിമം സ്പീഡിൽ അടിക്കുക. ഓക്കെ, നമുക്ക് നോക്കടാ, നമുക്ക് സെറ്റ് ചെയ്യാം. നീ കഴിക്കുക, ആദ്യം കഴിക്ക്. അപ്പം നമ്മുടെ പിസ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്തേ, പൊക്കി ഒന്ന്. ഇത് നോക്കി. ഇതെന്താണിത്? ഇതെന്താ? എടാ ഇതെന്താ? അടിപൊളി. എന്റെ പൊന്നെ, ഇതെന്താണ്? ഇത് തീരുമല്ലോ ഇത്. ഇപ്പിസ് നോക്കിയടാ. അടിപൊളി ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചീസാണ് കേട്ടോ. ഇത് നോക്കി, ഇത് ഏകദേശം ഇപ്പൊ എന്റെ പകുതിയുടെ അത്ര ഞാൻ പൊക്കിയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ദൈവമേ. എടാ കുഴപ്പമില്ല, നീ ആദ്യം കഴിക്കി. സമയം നീ വിട്. പക്ഷെ സമയം നീ വിട്ടോ. നീ മാക്സിമം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ കഴിക്കും. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ടൈം ഒരു സൈഡിൽ ഇരിക്കുന്നല്ലേ ഉള്ളു. നീ വിട്ട് കുടിച്ചോ, ധൈര്യമായിട്ട് കുടിച്ചോ, ഒന്നും നോക്കണ്ട.
2500 വൗച്ചർ ഇവിടെ സെറ്റാണ്. ജയിക്കുക 2500 വൗച്ചർ. നേരെ വന്നിട്ട് ഇവന് ഫ്രണ്ട്സൊക്കെ ഇട്ടൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ലാഭിഷായിട്ട് 2500 രൂപ ഫുഡ് കഴിച്ചിട്ട് പോവാം. അപ്പൊ നീ ജയിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫ്രണ്ട്സിനും കൂടിയാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഓക്കെ, സമയം നീ നോക്കണ്ട. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് 5 മിനിറ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ നീ മാക്സിമം എഫേർട്ട് ആദ്യം വിട്. ഓക്കെ, നമുക്ക് എക്സ്ട്രാ ടൈം ഒക്കെ തന്നെ തരാം, സീനൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്തോട്ടെ. മാക്സിമം സ്പീഡ് അത്രേ ഉള്ളൂ, നമുക്കൊന്നും നോക്കാനില്ല. ജയിക്കുക തോക്കൊക്കെ രണ്ടാമത്തെ കാര്യം, മാക്സിമം സ്പീഡ് ഇടാം. ഓക്കെ, നീ എങ്ങനെയാന്ന് വെച്ച് എടുത്ത് കഴിച്ചോ. അപ്പൊ നീ 2 വെച്ച് പിടിച്ചോളൂ, ഒന്നും നോക്കാനില്ല. അപ്പൊ ചലഞ്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോലെയാണ്. സ്റ്റാർട്ട്. സമയം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എടാ അത് തന്നെയാണ്, അതൊക്കെ തന്നെയാണ് സ്ട്രാറ്റജി. വേറെ എന്ത് നോക്കാനാണ്? ഒന്നും ഇത് വലിച്ചിട്ട് അങ്ങ് വന്നില്ലല്ലേ ചീസ്. എടാ ഇതെന്താണ് ഇത്? മറ്റേ ഈ 8 വര വിട്ട പോലെയൊക്കെ സീൻ. സമയം നമുക്കിവിടെ ഏകദേശം 14 സെക്കൻഡ് ആയിട്ടുള്ളൂ. നീ മാക്സിമം സ്പീഡിൽ കഴിച്ചോ. ഡ്രിങ്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഒന്നും നോക്കാനില്ല. ഏകദേശം ആദ്യത്തെ പീസ് ഇവിടെ ഏകദേശം ഇനി ഒരു കടി കൂടി കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പീസ് ഇപ്പം തീരും. പക്ഷെ ഇതിന്റെ ചീസാണ് ഇത്തിരി ഇതല്ലേ. ചീസ് നല്ല സെറ്റ് ചീസാണ്. ഏകദേശം ആ ഫസ്റ്റ് പിസ്സ ഇവനിവിടെ തീർക്കാൻ പോണെയാണ്. ഫസ്റ്റ് എണ്ണം തീർക്കാൻ പോകുമ്പോൾ ഏകദേശം 1 മിനിറ്റ് കവർ ചെയ്യാൻ പോണ സമയത്താണ് ഇവനെ തീർക്കുന്നത്. മാക്സിമം സ്പീഡിൽ കഴിച്ചു പറ്റും. ഡ്രിങ്ക് എടുത്ത് പിടിച്ചു. സമയം നോക്കണ്ട നീ. ഏകദേശം ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തത് എടാ ആ സ്ട്രാറ്റജി എനിക്ക് ഇഷ്ടപ്പെട്ട്. പുറത്തു നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ചീസ് എല്ലാം കൂടി ഇതെല്ലാം കൂടി എടുത്ത് മടക്കി അകത്തേക്ക് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നോളൂ, കുഴപ്പമില്ല. രണ്ടാമത്തത് ഇവനോടെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. എടാ തൊണ്ടേ കൊടുക്കണ. തൊണ്ടേന്ന് വെള്ളമൊക്കെ ഇരിപ്പണ്ടിട്ടാ. എടാ വെള്ളമൊക്കെ ഇരിപ്പണ്ടിട്ടാ. വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ നീ അങ്ങോട്ട്. പിന്നെ ഫുഡിന്റെ കാര്യമാണ്, നിനക്ക് മാക്സിമം എന്തോരം പറ്റും ആ രീതിക്ക് പിടിച്ചാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് നീ ഭയങ്കര ഇതായിട്ട് നോക്കിയൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മളുടെ ജയിച്ചു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള വൗച്ചർ ഇവിടെ സെറ്റാണ്. ടൈം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 2 മിനിറ്റ് ആകാൻ പോകുന്നു. ഇനി സമയം ഉണ്ടാ. ടൈമൊക്കെ നമുക്ക് സെറ്റാക്കാം. നീ കഴിക്കും, നീ ആദ്യം മാക്സിമം സ്പീഡാണ് ഇതിന്റെ കാര്യം. രണ്ടാമത്തെ പിസ്സ. രണ്ടാമത്തെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ സാധനം? ടേസ്റ്റ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ പിസ്സ നമ്മളിവിടെ ഏകദേശം തീർക്കാൻ പോവുകയാണ്. തീർത്തോ നീ? തീർത്തു. ഡ്രിങ്ക് പെട്ടെന്ന് കുടിച്ചാൽ അത് ഇറക്കിക്കളയാ. ഇല്ല, സമയം നമുക്ക് ഇവിടെ ഏകദേശം 3 മിനിറ്റ് കവർ ചെയ്യാൻ പോകുമ്പോൾ ഏകദേശം പകുതി പിസ്സ ഏകദേശം ഇവിടെ തീരാൻ പോണെയാണ്. ഏകദേശം 3 മിനിറ്റ് ആയപ്പോൾ ഇവിടെ പകുതി ഏകദേശം ഇതിന്റെ പകുതി ഭാഗം ഇവൻ കഴിച്ചോണ്ടാ. പെട്ടെന്നാടെ ഇവൻ. പക്ഷേ നിങ്ങളാരും പറയരുത് ഇവൻ സ്ലോവിലാണ് കഴിക്കണേന്ന് പറയരുത്. ആ ചീസിന്റെ ഫീലും എല്ലാം വെച്ചിട്ട് ഇവൻ അത്യാവശ്യം സ്പീഡിൽ തന്നെ കഴിക്കുന്നുണ്ട്. അപ്പൊ ചീസ് ഇറങ്ങാനുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ, അതിൻ്റെതായിട്ടുള്ള ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആൾ അത്യാവശ്യം സ്പീഡിലാണ് കഴിക്കണത്, യാതൊരുവിധ സീനുമില്ല. കൊടു പോട്ടെ അങ്ങോട്ട്. ഈ സാധനം ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോടാ. മാക്സിമം തീർക്കാൻ നോക്കുക, വേറെ സീനൊന്നുമില്ല. എങ്ങനെയാണ് പോട്ടെ. എടാ ഡ്രിങ്ക് യൂസ് ചെയ്യണം. 4 മിനിറ്റ് ഓൾമോസ്റ്റ് 5 മിനിറ്റ് ആകാൻ പോകുന്നത്. പക്ഷെ നീ അത് വിഷയം നോക്കണ്ട, നീ കഴിക്കി. നീ മാക്സിമം സ്പീഡ് കഴിക്കി. ചീസാണല്ലേ ഇടങ്കർ. സമയം നമുക്കിവിടെ ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം നമുക്കിവിടെ ഏകദേശം 5 മിനിറ്റ് കവർ ആയിട്ടുണ്ട്. നമ്മൾ ചലഞ്ച് വെച്ച ടൈം എന്ന് പറയുന്നത് ഏകദേശം 5 മിനിറ്റാണ് ടൈം വെച്ചത്. പക്ഷേ 5 മിനിറ്റ് കൊണ്ട് ഇവൻ ഏകദേശം ഇതിൻ്റെ അത്യാവശ്യം 1 2 3 എത്ര പീസ് കഴിച്ചിടാ നീ? എണ്ണാൻ പറ്റിയിട്ടില്ല. അവൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇത്രേ പീസേ അവൻ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനിയും ഏകദേശം 1 2 3 4 5 പീസ് ഇനിയുണ്ട്. അപ്പൊ സമയം നമുക്കിവിടെ ഏകദേശം 5.5 മിനിറ്റ് ആകാൻ പോകുന്നു. നമ്മൾ ഇനി ഒരു പണി ചെയ്യാൻ പോണെയാണ്. എക്സ്ട്രാ ടൈമായിട്ട് നമ്മളൊരു 3 മിനിറ്റ് കൊടുക്കാൻ പോണെയാണ്. 3 മിനിറ്റ് നീ കഴിക്കുന്നാലും എക്സ്ട്രാ ടൈമായിട്ട് നമുക്ക് ഇനി നമ്മളൊരു 3 മിനിറ്റ് കൂടി കൊടുക്കാൻ പോണെയാണ്. ഏകദേശം 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 8 മിനിറ്റിൽ ചലഞ്ച് ആവും. ഓക്കെ അല്ലേ? പിന്നെ എക്സ്ട്രാ ടൈം തന്നില്ലേ നമ്മള്? സമയമല്ല വിഷയം, അവൻ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് വിഷയം. സമയം നമുക്കിവിടെ കുഴപ്പമില്ല. 6 മിനിറ്റ് ആയിട്ടുള്ള 8 മിനിറ്റിലേക്ക് ടൈം പിന്നെ നമ്മൾ നീട്ടിയിട്ടുണ്ട്. മാക്സിമം സ്പീഡ് പിടിക്കുക, യാതൊരുവിധ സീനുമില്ല. മാക്സിമം സ്പീഡ് കഴിച്ചോ നീ, ഒന്നും നോക്കാനില്ല. ഫില്ലായാ നീ? വയറ് ഫില്ലായല്ലേ? ഉച്ചക്കത്തെ കഴിക്കാൻ ലേറ്റ് ആയിപ്പോയി. ഇതാണ് മിക്കവരുടെയും പ്രശ്നം. ഫുഡൊക്കെ സമയത്തിന് കഴിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ പണിയിടും. എടാ ഒഴിക്കണം ഇത്.
അയ്യോ കൂടിപ്പോയാ കൂടിപ്പോയി. ഓക്കെ, സമയം നമുക്കിവിടെ ഏകദേശം 6.5 മിനിറ്റ് ആയിട്ടുണ്ട്. മാക്സിമം സ്പീഡ് പിടിച്ചോ നീ. ഫില്ലായ എടാ, ഫില്ലായെങ്കിൽ നിനക്ക് നിർത്താട്ടോ. എടാ ഇത് കൂടി കഴിച്ചാൽ പിന്നെ നിനക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. എവിടെയോ നിറഞ്ഞെന്നാണ് പറയണത്. സമയം നമുക്കിവിടെ 6 മിനിറ്റും 52 സെക്കൻഡ്. മാക്സിമം സ്പീഡ് പിടിക്കും. ഇതും കൂടി കഴിച്ചാൽ നിർത്തണ നീ. ഔച്ചറിന്റെ അതിലേക്ക് പോകുന്നില്ല. എടാ സമയം നമുക്ക് ഇപ്പൊ ഇനി 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ 8 മിനിറ്റ്. നീ ആദ്യം മാക്സിമം സ്പീഡിൽ കഴിക്ക്. ടെൻഷൻ അടിച്ച് അവൻ വേർക്കണം. അവൻ ഇവിടെ ഇരുന്നിട്ട് AC റൂമിരുന്നോ വേർക്കണയാണ് അവൻ. ഓക്കെ എടാ ഇറങ്ങണില്ല എടാ. ഇതോടെയാ സമയം നമുക്ക് ഇവിടെ 7.5 മിനിറ്റ് ആണ് ആകാൻ പോകുന്നത്. ഈ 8 മിനിറ്റ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ആക്കി തരാം. എന്നാൽ തീർക്കാൻ പറ്റും. ലാസ്റ്റ് ടൈം ഉണ്ട് ഇപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിസ്സ തീർക്കാനായിട്ട് ശരിക്കും 10 മിനിറ്റ്. ഈ പിസ്സ ഞാനിപ്പോൾ കണ്ടപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. ഈ പിസ്സ തീർക്കാനായിട്ട് ഏകദേശം 10 മിനിറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ തുടങ്ങി 5 മിനിറ്റ് ആകുമ്പോൾ ഇവൻ ഈ പിസ്സയുടെ പകുതി ഓൾമോസ്റ്റ് തീർത്തു. അങ്ങനെ നോക്കുവാണെങ്കിൽ ലോജിക്കലി ഇതിൻ്റെ ബാക്കി തീർക്കാനായിട്ട് 10 മിനിറ്റ് കറക്റ്റ് ടൈമാണ്. അപ്പം ആ ടൈമിൽ നിനക്ക് എങ്ങനെ ഇരിക്കും? അപ്പോൾ ഡ്രോപ്പ് ചെയ്യാനാണോ നീ? അതും കൂടി തീർക്കാൻ പറ്റുമോ? അതും കൂടി തീർത്തിട്ട് ആള് ഡ്രോപ്പ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ കമോൺ അതും കൂടി തീർക്കും. സമയം നമുക്ക് 8 മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും നമ്മൾ 10 മിനിറ്റ് കൊടുക്കാന്നുള്ള രീതിക്ക് പിന്നെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും പറയാനില്ല, ഇവൻ ഈ പിസയുടെ കൂടി തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാനാണെന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ 1 2 3 4 എണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോടാ. 4 എണ്ണം ഇങ്ങനെ മടക്കി വെച്ചിട്ട് അടിക്കാൻ പറ്റുമോ? ഇത് രണ്ടും കൂടി ഒന്നാക്കണം. അപ്പൊ 2 എണ്ണം ഉണ്ടാവുള്ളൂ. അങ്ങനെ നടക്കുമോ? ടേസ്റ്റ് സെറ്റാണല്ലേ? നിങ്ങൾ ഇതുവരെ ഈ പ്ലേസിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ചീസ് ബൗൾസിലേക്ക് എന്തായാലും ചീസ് ബൗളിലേക്ക് എന്തായാലും പോര്. ഇതേപോലത്തെ നൈസ് ഇത് കണ്ട പിസയുടെ ആദ്യം നമ്മൾ വലിച്ചു കാണിച്ചായിരുന്നു, ഇപ്പോൾ വലിയുന്നില്ല. അത്യാവശ്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. നമ്മ കുടിക്കാനായിട്ട് ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിസ്സ ഏകദേശം പകുതി അവൻ കഴിച്ചു തീർത്ത, പകുതി കൂടുതൽ അവൻ കഴിച്ചു തീർത്തായിരുന്നു. പകുതി കഴിക്കാനായിട്ട് അവനെടുത്ത ടൈം എന്ന് പറയുന്നത് ഏകദേശം 5 മിനിറ്റ്സ് ആണ് എടുത്ത് വെച്ചത്. പകുതി കഴിക്കാനായിട്ട് ഏകദേശം 5 മിനിറ്റും. അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പകുതി കഴിക്കാനായിട്ട് 5 മിനിറ്റ് കൂടി കൊണ്ട് ഓക്കെയാണ്. നമുക്കിത് ഇവിടെ ഒരു കസ്റ്റമർ ഇരിപ്പുണ്ട്. കസ്റ്റമറിൻ്റെ അടുക്ക ഒരു കാര്യം ഞാൻ ചോദിക്കുവാണ്. കുഴപ്പമില്ലല്ലോ? അതായത് വേറൊന്നുമല്ല, ഇതിൻ്റെ ജെനുവിനിറ്റി കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ പിസ്സ കഴിക്കാനായിട്ട് 5 മിനിറ്റ് എടുത്തപ്പോൾ അവൻ അതിൻ്റെ പകുതി കഴിച്ചു. അങ്ങനെ നോക്കുവാണെങ്കിൽ ലോജിക്കലി 10 മിനിറ്റ് കൊണ്ടിട്ട് ഈ പിസ്സ തീർക്കാൻ പറ്റത്തില്ലേ? തീർക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മളാരും കൊണ്ടുവന്നേക്കുന്ന ആളല്ല. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്ന ആളാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ഓർക്കും ടൈം കറക്റ്റ് അല്ല എന്ന് ചിലപ്പോൾ ഓർത്തുനിന്ന് വരും. പക്ഷെ ഓക്കെ, അപ്പോൾ ചലഞ്ച് അവൻ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. പേരെന്തായിരുന്നു ബ്രോ? രാഹുൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ചലഞ്ച് ഇവൻ ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ച ഫുഡ് വൗച്ചർ. ഫ്രണ്ട്സ് തന്നെ കാണുമ്പോൾ തല്ലിക്കൊല്ലും. അവന്മാരായിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അവസരം വരുന്നു നശിപ്പിച്ച്. അപ്പോൾ ഈ ഫുഡ് വൗച്ചർ ഇനി ആർക്കുമില്ല. ഓക്കെ, ഈ പിസ്സ മേക്ക് ചെയ്ത ഷെഫാണ് ഇത്. നല്ല സൂപ്പർ പിസ്സ. പിസ്സ എങ്ങനെയുണ്ട്? നൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റ് ആണ് നമ്മൾ ചലഞ്ച് സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ ഓൾമോസ്റ്റ് 8 മിനിറ്റ്സ് ആയപ്പോഴേക്കും ഇവനോട് ഡ്രോപ്പ് ചെയ്ത് ഇവൻ ഫില്ലായിപ്പോയി, കഴിക്കാൻ ഫില്ലായിപ്പോയി. അപ്പം അത് പറഞ്ഞിട്ട് സാരമില്ല. പക്ഷെ ഇവൻ എന്തൊരു ഇടിക്കണുണ്ടോ നീ? ആണോ? ഓക്കെ, അപ്പൊ നീ കാണിച്ച മൈൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരെ നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാണിച്ച മൈൻഡ് നമ്മൾ കാണാതിരിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ. ഓക്കെ, അതുകൊണ്ട് സാരില്ല. എന്തായാലും നന്നായി. ഷിപ്പ് എന്ത് ചെയ്യാനാളാ? സെയിലർ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ ചലഞ്ച് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിനക്കും താങ്ക് യു. ഇത് ഉണ്ടാക്കി തന്ന ഷെഫിനും താങ്ക് യു. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പൊ എല്ലാവർക്കും ബൈ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ ബൈ.